വിദ്യയുടെ വീട്ടിലേക്ക് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് വിദ്യയുടെ കാര്യത്തിന് എന്നെ കയറ്റി. ഒരു പത്രക്കാരൻ്റെ സ്വഭാവം കൊണ്ടല്ലോ. ഞാൻ വിദ്യയെടുത്ത് പറഞ്ഞു, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് അവിടുത്തെ സ്റ്റുഡിയോയിലെ സെറ്റപ്പ്. എന്ത് പറ്റി? അല്ല, ചിത്രത്തിൻ്റെ പേര് അപൂർവരാഗങ്ങൾ, കമലഹാസൻ ഹീറോ ആണ്, അതൊക്കെ എനിക്കറിയാം. എന്നാൽ ഈ പത്രക്കാർ ഇങ്ങനെ സ്റ്റാർ സ്ട്രക്കായിട്ട് നടക്കരുത്. ഞാൻ കാണുമ്പോൾ കമലഹാസന് ചുറ്റും എത്രയോ ഫ്ലാഷ് ലൈറ്റ്സ് വെച്ച് അവരെടുത്തുകൊണ്ടേയിരിക്കുന്നു. ആ പടത്തിൽ അഭിനയിക്കാൻ വന്നിട്ടുള്ളൊരു പുതുമുഖം, അത് ശ്രീ കെ ബാലചന്ദ്രൻ പരിചയപ്പെടുത്തുന്ന പുതുമുഖം ഞാൻ മനസ്സിലാക്കി. അയാളൊരു മൂല ഇരുന്നിട്ട് അയാളെ തിരിഞ്ഞു നോക്കാൻ പോലും തോന്നുന്നില്ലല്ലോ. വിദ്യ ഒന്ന് ചിരിച്ചു. വിദ്യ പറഞ്ഞു, അത് ശരിയാണ്, പക്ഷേ കാലമെല്ലാം തെളിയിക്കും. നിങ്ങളിന്ന് കണ്ടപ്പോൾ അങ്ങനെ ആരും ശ്രദ്ധിച്ചില്ല എന്നല്ലേ പറയുന്നത്? അയാളെ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാലം വരാൻ പോവുക. ഞങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കണ്ടതിന് ശേഷം ഞാൻ പറയുകയാണ്, യു ടേക്ക് ഇറ്റ് ഫ്രം മീ, ഹീ ഈസ് ഗോയിങ് ടു ബി എ സൂപ്പർ സ്റ്റാർ ടുമാറോ എന്നെന്നോട് ജീവിതത്തിൽ ആദ്യമായിട്ട് പറയുന്ന ശ്രീവിദ്യയാണ്. അവരുടെ നാവ് പൊന്നായി എന്നുള്ളതാണ്. സൂപ്പർ സ്റ്റാർ ആയല്ലോ.